പ്രൈസ് ദി ലോർഡ്. നീതിബോധം ഒരുവനെ ജ്ഞാനിയാക്കുന്നു. ഒരുവന്റെ നീതിബോധം അവനെ ജ്ഞാനിയാക്കുന്നു. എന്താണ് നീതിയുടെ ബോധ്യം? നിയമങ്ങൾ അനുസരിക്കുന്നവൻ നിയമത്തെ ബഹുമാനിക്കുന്നു. കൽപ്പനകൾ പാലിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്നേഹം ഉള്ളവൻ സ്നേഹിതന് വിലപ്പെട്ടവനാകുന്നു. നന്മ ചെയ്യുന്നവൻ നന്മയുടെ പ്രതിരൂപമാകുന്നു. വിശ്വാസമുള്ളവൻ ലോകത്തെ കീഴടക്കുന്നു. വിശ്വാസി നിത്യജീവൻ പ്രാപിക്കുന്നു. ഹൃദയം ആത്മാവിലേക്കുള്ള വഴിയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവനെന്നാണ് യേശു പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. അപ്പൊ ഏറ്റവും ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് ഹൃദയശുദ്ധിയുള്ളവനാണ്. ഈ ലോകത്ത് നമ്മൾ കാണുന്നവനൊന്നുമല്ല ഭാഗ്യവാൻ. ഭാഗ്യവാനെ ആരും അറിയുന്നില്ല. അവൻ ഹൃദയശുദ്ധിയുള്ളവനാണ്. അവൻ ആരെ കാണുന്നു? ദൈവത്തെ കാണുന്നു. ഈ ഭൂമിയിൽ ഈ ലോകം മുഴുവൻ ലഭിച്ചാലും അവൻ ഭാഗ്യവാനാകുന്നില്ല. ഭാഗ്യവാൻ ഒരുവൻ മാത്രം, ഹൃദയശുദ്ധിയുള്ളവൻ. ദൈവത്തെ ആരാണ് കണ്ണിൽ കൂടെ കാണുന്നത്? ഹൃദയത്തിന്റെ കണ്ണുകളിലൂടെ ദൈവത്തെ കാണുന്നു. അവനാണ് ഭാഗ്യവാൻ. അവന്റെ ഭാഗ്യം ചെറിയൊരു ഭാഗ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ അവൻ ദൈവത്തോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അവൻ ദൈവത്തോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. അവനാണ് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാൻ. അവനെയാണ് യേശു പറഞ്ഞത്, ദൈവത്തെ കാണുന്നവൻ ഭാഗ്യവാൻ. അപ്പം ഹൃദയത്തിന്റെ ശുദ്ധി, ഹൃദയത്തിനെ നമുക്ക് എങ്ങനെയാണ് പൂർണ്ണശുദ്ധി വരുത്തുന്നത്? ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും വചനങ്ങളും പാലിക്കുന്നവനും പാലിക്കപ്പെടുന്നവൻ. ഇവയെല്ലാം പാലിക്കുന്നവനും പാലിക്കപ്പെടുന്നവനുമാണ് ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുന്നവൻ. അവന്റെ പേരാണ് ഭാഗ്യവാൻ. ആത്മാവിന്റെ ഭോജനമാകുന്ന ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ, ജീവന്റെ വചനമായ ദൈവത്തിന്റെ ശരീരമായ അപ്പം, ആത്മാവിന്റെ ഭോജനമായ തിരുവചനം, ഇവയെല്ലാം നമ്മൾ സ്വീകരിക്കാൻ യോഗ്യരാണ്. സ്വീകരിക്കപ്പെടേണ്ടവരാണ്. സ്വീകരിക്കുവാൻ യോഗ്യരാണ്. സ്വീകരിക്കപ്പെടേണ്ടവരാണ്. സ്വീകരിക്കുന്നത് വചനമാണ്. ജീവന്റെ വചനമാണ് സ്വീകരിക്കുന്നത്. സ്വീകരിക്കേണ്ടത് ജീവന്റെ വചനം തന്നെ. അപ്പോൾ അവൻ ഭാഗ്യവാനാണ്. അവൻ ഈ ലോകത്തിന്റെ അല്ല, ദൈവത്തിന്റെ വചനത്തിന് അനുരൂപനായി ജീവിക്കുന്ന ജീവവചനം പ്രസംഗിക്കപ്പെടുന്നവന്റെ നാവ് ആത്മാവിന്റെ ഭോജനമായ ദൈവവചനം ഭക്ഷിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് സാക്ഷ്യപ്പെടുത്തുന്ന ഓരോ വചനങ്ങളിലും ജീവന്റെ അപ്പമുണ്ട്. ആ അപ്പത്തെ പറ്റിയാണ് യേശു പറയുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. മരണമില്ലാത്ത പരിശുദ്ധൻ, മരണമില്ലാത്ത പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവൻ, വചനം ഭോജനമാക്കി തീർത്തവൻ, അവനാണ്
ദൈവത്തെ കാണുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിന്റെ പ്രഭാപൂരിതമായ തിരുമുഖം ദർശിക്കുവാൻ നാം ആത്മാവിലുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ പ്രമാണങ്ങൾ കാക്കുന്നവരായിരിക്കണം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവനാമം പ്രഘോഷിക്കപ്പെടുന്നവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ, രാജകീയ പ്രവേശനം നടത്തുന്നവർ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിലേക്ക് വിളിക്കപ്പെട്ടവർ, അവർക്കാണ് ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ സാധ്യമാകും. അതൊരു വചനമാണ്. ഇങ്ങനെയാണ് ആ വചനം വരുന്നത്: നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പിതാവിലും പിതാവ് എന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുവാനാണ് ലോകത്തിലേക്ക് വന്നത്. അത് നിങ്ങൾ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ. എന്റെ വചനമാണ് സത്യം എന്നവിടുന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യേശു മനുഷ്യവംശത്തെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്.